നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട. ഇൻഡിഗോ റീഫണ്ടായി നൽകിയത് 610 കോടി രൂപ. ഇന്ന് 1650 സർവീസുകൾ. 10-ാം തീയതിയോടെ സാധാരണ നിലയിലെത്തുമെന്ന് കമ്പനി. ആവേശം വാനോളം 7 ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. ഗോവ തീപിടുത്തം. തീ പടർന്നത് പടക്കം പൊട്ടിച്ചപ്പോഴെന്ന് നിഗമനം. നിശാ ക്ലബ്ബ് നടത്തിപ്പുകാരായ 4 പേർ അറസ്റ്റിൽ. 800 അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു. മഹാരാഷ്ട്രയിൽ 6 മരണം. SIR കണ്ടെത്താനാകാത്തവർ 22 ലക്ഷത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 25 പേർ മരിച്ച ഗോവയിലെ അൻഫോറയിലുള്ള നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. റോമിയോ ലീനിൻ്റെ കീഴിലുള്ള മറ്റ് ക്ലബ്ബുകൾ സീൽ ചെയ്തതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇത്തരത്തിലുള്ള നിയമപരമല്ലാത്ത ക്ലബ്ബുകളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ലെന്നും പ്രമോദ് സാവന്ത് കൂട്ടിച്ചേർത്തു. വഗയിലെ ബിർച്ചുബായ് റോമിയോ ലൈൻ ക്ലബ്ബിലെ ചീഫ് ജനറൽ മാനേജർ രാജീവ് മോദക്, ജനറൽ മാനേജർ വിവേക് സിംഗ്, ബാർ മാനേജർ രാജീവ് സിഖാനിയ, ഗേറ്റ് മാനേജർ പ്രിയാൻഷു ഠാക്കൂർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ക്ലബ്ബ് ഉടമകളായ സൗരഭ് ലൂത്ര, ഗൗരവ് ലൂത്ര എന്നിവർക്കെതിരെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് DGP പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പരിപാടി നടക്കുന്നിടത്ത് പടക്കം പൊട്ടിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. താഴെയുള്ള ഭാഗത്തായിരുന്ന അടുക്കള ഉണ്ടായിരുന്നത്. DJ പാർട്ടി നടക്കുന്നിടത്തുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ ചിലർ അടുക്കളയിലേക്ക് ഓടി. അവർ അവിടെ കുടുങ്ങുകയും ചെയ്തു. ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്ന് ഹിന്ദി TV റിപ്പോർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ക്ഷേത്ര ദർശനത്തിന് പോയ കുടുംബത്തിൻ്റെ കാർ 800 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ 6 പേർ മരിച്ചതായി റിപ്പോർട്ട്. കീർത്തി പട്ടേൽ 50, രസില പട്ടേൽ 50, വിത്തൽ പട്ടേൽ 65, ലത പട്ടേൽ 60, പച്ചൻ പട്ടേൽ 60, മണിബൻ പട്ടേൽ 60 എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണെന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സപ്തശാംഗി മാതാ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകവേ യാത്രാമധ്യേ ആയിരുന്നു അപകടം. ഭവാനി വെള്ളച്ചാട്ടത്തിന് സമീപം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. വിവരം ലഭിച്ചയുടനെ പോലീസും സപ്തശാംഗി ദുരന്ത നിവാരണ സംഘവും സ്ഥലത്തെത്തി. എന്നാൽ കുത്തനെയുള്ള താഴ്ചയും ഇടതൂർന്ന ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തി. കാറിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും മരിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീണ്ട രാഷ്ട്രീയ പ്രചരണവും സർക്കാരിൻ്റെ അവസാനിക്കാത്ത വികസന വഴികളും ചർച്ച ചെയ്ത് കേരളം ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ പരസ്യ പ്രചാരണത്തിൻ്റെ കത്തിപ്പടരുന്ന അവസാന നിമിഷങ്ങളിലൂടെ കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ പ്രചാരണം കൊഴുപ്പിക്കുന്നതിനായി മുഴുവൻ സന്നാഹങ്ങളുമായി അതാത് സ്ഥലങ്ങളിൽ നേതാക്കളുടെ നേതൃത്വത്തിൽ അണിനിരന്നു. പിടിപാറുന്ന അവസാനവട്ട പ്രചരണം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കൊഴുക്കുകയാണ്. 7 ജില്ലകളിലെ പ്രചരണത്തിലാണ് ഞായറാഴ്ച കലാശക്കൊട്ടായത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് വൈകിട്ട് 6-ന് അവസാനിച്ചത്. ചൊവ്വാഴ്ച 1.32 കോടി വോട്ടർമാർ വിധിയെഴുതും. പ്രാദേശിക വികസനത്തിൻ്റെ നട്ടലായ തദ്ദേശ സർക്കാരുകളുടെ പ്രവർത്തനവും 9.5 വർഷമായി സംസ്ഥാനത്താകെയുണ്ടായ വികസന കുതിപ്പുമാണ് പ്രധാന ചർച്ചയായത്. മാറിയ കേരളമാണ് ജനങ്ങൾക്ക് മുമ്പിൽ LDF അവതരിപ്പിക്കുന്നത്. പ്രതിരോധത്തിൻ്റെ പടുകുഴിയിലാണ് UDF-ഉം BJP-യും. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF കൂട്ടുകെട്ടിൽ ജനങ്ങളിൽ നിന്ന് വൻ എതിർപ്പ് നേരിടുമ്പോഴാണ് നാളാങ്കിടത്തി രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ലൈംഗികാതിക്രമ കേസുകൾ പുറത്തു വന്നത്. പരസ്യ പ്രചാരണത്തിൻ്റെ സമാപനത്തിലുണ്ടാകുന്ന തർക്കങ്ങളും ശബ്ദ നിയന്ത്രണമെല്ലാം അനൗൺസ്മെൻറ്റുകളും കർശനമായി നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടർമാർക്കും പോലീസ് അധികൃതർക്കും കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-നാണ് വോട്ടെടുപ്പ്. 9-ന് ഇവിടങ്ങളിലെ പരസ്യ പ്രചാരണം സമാപിക്കും. 13-ന് വിധി അറിയാം. 5 വർഷക്കാലത്തെ തദ്ദേശ ഭരണത്തിൻ്റെ വിധിയെഴുത്ത് എന്നതിലുപരി കേരളം ഇന്നെവിടെ എത്തി നിൽക്കുന്നു എന്നതിന് കൂടിയാണ് സംസ്ഥാനം ഉത്തരം നൽകുന്നത്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ പൂർത്തീകരിച്ചു കിട്ടിയെന്ന് അവർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ മനോഹര കാഴ്ച ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഉണ്ടായി. വർഗീയ വലതുപക്ഷ ശക്തികളെ ജനം ഇല്ലാതാക്കിയെന്ന തീർച്ചപ്പെടുത്തൽ ഇടതുപക്ഷം പ്രചാരണത്തിലിറങ്ങിയ മുഴുവൻ കേന്ദ്രത്തിലും കാണാനായി. ചൊവ്വാഴ്ച ജനം വിധി എഴുതുമ്പോൾ വികസന മുന്നേറ്റത്തിൻ്റെ കൂടുതൽ മികവാർന്ന കാഴ്ചയ്ക്കായി ജനം ഇടതുപക്ഷത്തെ കൈവടിച്ച് വിജയത്തെ വധത്തിലേക്ക് നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചയോളം നീണ്ട പ്രതിസന്ധികൾക്ക് ശേഷം ഇൻഡിഗോ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. തങ്ങളുടെ വിമാന സർവീസുകളിൽ ഭൂരിഭാഗവും പുനഃസ്ഥാപിച്ചതായി ഞായറാഴ്ച ഇൻഡിഗോ അറിയിച്ചു. 1650 വിമാന സർവീസുകൾ
ഇൻഡിഗോ ഞായറാഴ്ച സർവീസ് നടത്തി അറിയിച്ചു. കഴിഞ്ഞ ദിവസം 1500 സർവീസുകൾ നടത്തി. ഡിസംബർ 10 പൂർണ്ണമായും സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. വെള്ളിയാഴ്ച 706 വിമാന സർവീസുകൾ മാത്രമാണ് ഇൻഡിഗോയ്ക്ക് നടത്താനായത്. ശനിയാഴ്ച ഇത് 1565ആയി. ഞായറാഴ്ച 1650ഓളം സർവീസുകൾ നടത്താനാകുമെന്നാണ് ഇൻഡിഗോയുടെ അവകാശവാദമായിരുന്നു. ദിവസവും ഏകദേശം 2300 വിമാന സർവീസുകളാണ് ഇൻഡിഗോയ്ക്കുള്ളത്. ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് ഇന്ന് 75%ആണെന്നും കമ്പനി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇത് 30%ആയിരുന്നു. ഡിസംബർ 15 വരെയുള്ള എല്ലാ ബുക്കിങ്ങുകളും റദ്ദാക്കിയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ ഇളവ് നൽകുമെന്നും കമ്പനി അറിയിച്ചു. റീഫണ്ട് നടപടികളും ബാഗേജ് തിരികെ നൽകാനുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനായി 24 മണിക്കൂർ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ മുടങ്ങിയ സംഭവത്തിൽ ഇൻഡിഗോ ഇതുവരെ 610 കോടി രൂപയുടെ റീഫണ്ട് നൽകിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇൻഡിഗോയുടെ ആയിരക്കണക്കിന് സർവീസുകളാണ് രാജ്യവ്യാപകമായി തടസ്സപ്പെട്ടത്. നിരവധി വിമാന സർവീസുകൾ ഈ ദിവസങ്ങളിൽ റദ്ദാക്കിയിരുന്നു. ഒട്ടേറെ സർവീസുകൾ മണിക്കൂറുകളോളം വൈകുകയും ചെയ്തു. ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കിയതോടെ പൈലറ്റുമാരുടെ ക്ഷാമം നേരിട്ടതാണ് ഇൻഡിഗോയ്ക്ക് പ്രതിസന്ധിയായത്. സർവീസുകൾ താഴ്ന്നെറ്റി യാത്രക്കാർ വരുന്നതോടെ പൈലറ്റുമാരുടെ വിശ്രമം ഉറപ്പാക്കാനുള്ള പുതിയ ഡ്യൂട്ടി ചട്ടമായ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നടപ്പാക്കുന്നതിൽ ഫെബ്രുവരി 10 വരെ ഇൻഡിഗോയ്ക്ക് ഇളവ് നൽകിയിരുന്നു. അതിനിടെ പൈലറ്റുമാരുടെ വിശ്രമസമയം സംബന്ധിച്ചുള്ള പുതിയ ചട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിനെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് DGCA ഇൻഡിഗോ സിഇഒയ്ക്ക് നോട്ടീസ് നൽകിയത്. LDF കൂട്ടാളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KM വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. CH വത്സൻ, PV പുരുഷോത്തമൻ, MV സർള, E. സജീവൻ എന്നിവർ സംസാരിച്ചു. KC മനോജ് സ്വാഗതം പറഞ്ഞു. വാദ്യഘോഷങ്ങളുടെ കുംഭം കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 20 വാർഡുകളെയും പ്രവർത്തകർ പ്രത്യേക ബാനറിന് കീഴിലാണ് റാലിയിൽ അണിചേർന്നത്. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.